പട്ടിക്കാട് പീച്ചി റോഡിൽ തുറന്ന് പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരെ സിയേറ്റുകാർ മർദ്ദിച്ചു. ദൃശ്യം പകർത്താനെത്തിയ പ്രാദേശിക വാർത്താ സംഘത്തിന് നേരെയും കയ്യേറ്റമുണ്ടായിരിക്കുന്നു. തുറന്ന് പ്രവർത്തിക്കുകയായിരുന്ന സ്ഥാപനം സമരക്കാർ ബലമായി പിന്നീട് അടപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കാത്ത ആളുകളെ മുഴുവൻ ഞങ്ങൾ ബലമായിട്ട് സഹകരിപ്പിക്കും എന്നുള്ള ജനങ്ങളുടെ ജീവനെ ഒക്കെ ആപത്തുണ്ടാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ CPM-ൻ്റെ ഗുണ്ടകൾ കാണിച്ചിട്ടുള്ളതെന്ന്. കാരണം ഇവർക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ CPM-ൻ്റെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടവും വിളയാട്ടവും നടക്കുന്നത്. കട തുറന്ന സമയത്ത് അവിടെ കുറച്ച് ആളുകൾ വന്നിട്ട് ഒരുപാട് പ്രശ്നം പറ്റി. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അടയ്ക്കാന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. നമ്മൾ കയ്യെ പിടിച്ച് വലിച്ചു. അപ്പോൾ എൻ്റെ കൈ ചെയ്തിട്ട് ഒടിഞ്ഞുള്ളതുകൊണ്ട് പ്രശ്നമുണ്ടായി. പിന്നെ ഒരാൾ വന്നിട്ട് പുറത്തുനിന്ന് വലിച്ച് തള്ളി താഴ്ത്തു. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. പിന്നെ കാട്ടിലത്ത് ഇവിടെ വെച്ചുള്ള ഐറ്റംസൊക്കെ ഒരാൾ കൊട്ടി പിടിച്ച് നിന്ന് ഒരാൾ ചവിട്ടി താഴത്തേക്കിട്ടു. MS ലിഷോയ് ചെയ്യുന്നുണ്ട്. ലിഷോ, ഈ സമരത്തിന്റെ പേരുള്ള കയ്യൂക്കും ഗുണ്ടായുസവും തുടരുന്നു. മറ്റൊരു റിപ്പോർട്ട് കൂടി അവിടെ നിന്ന് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. പീച്ചി റോഡിലുള്ള സമൃദ്ധി സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. അതായത് അവിടെ സൂപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അതിനിടയിലാണ് CITU സമരാനുകൂലികർ അവിടേക്ക് എത്തിയതും ഈ കട അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ആ കടയിലുണ്ടായിരുന്ന ജീവനക്കാരൻ അജിത്ത് കട അടയ്ക്കാമെന്ന് ഈ വന്ന സമരക്കാരോട് പറയുകയും ചെയ്തു. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ ഒരാൾ സാധനങ്ങൾ വാങ്ങാനായി എത്തിയിരുന്നു. അദ്ദേഹം ബില്ലടിക്കാനായി നിൽക്കുന്ന സമയമായിരുന്നു. ഈ ബില്ലടിച്ച് നൽകിയതിന് ശേഷം ഈ കസ്റ്റമർ കൂടി പോയതിന് ശേഷം കട അടച്ചോളാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതേസമയം ഈ സമയത്ത് ഈ സമരാനുകൂലികൾ ഈ ജീവനക്കാരനെ മുഖത്ത് മർദ്ദിക്കുകയും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തിരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തു വരികയും ചെയ്തു. ഈ സമയത്താണ് അവിടുത്തെ പ്രാദേശിക വാർത്താ സംഘമായ CTV അവിടേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി എത്തിയത്. ആ സമയത്ത് ഈ വാർത്താ സംഘത്തിന് നേരെയും ആക്രമണമുണ്ടായി. അവരുടെ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ ഈ ജീവനക്കാരൻ ഉൾപ്പെടെയുള്ള ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതി നൽകുകയാണ്. അതായത് ഇത്തരത്തിൽ തങ്ങളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തങ്ങളെ ആക്രമിച്ചു എന്നുള്ള ഒരു പരാതി നിലവിൽ പീച്ചി പോലീസിൽ നൽകുന്നുണ്ട്.